നമസ്കാരം. ലോകസുന്ദരി പട്ടം ചൂടിയവരിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിച്ചത് ഐശ്വര്യ റായിക്കാണ്. ഇന്നും ലോകസുന്ദരിയായാണ് ഐശ്വര്യ ആരാധകർ കാണുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യം കൊണ്ട് ആരാധകരുടെ മനം കവർന്ന ഐശ്വര്യ ലോകജനത ഒന്നടങ്കം ഉറ്റുനോക്കിയ താരമായിരുന്നു ഒരു കാലത്ത്. ആഗോള ഫാഷൻ മേക്കപ്പ് ബ്രാൻഡുകളെയെല്ലാം ഐശ്വര്യയ്ക്ക് പിറകെ നടന്ന കാലം. ഇന്ന് കരിയറിലേക്കാൾ കൂടുതൽ ജീവിതത്തിനാണ് ഐശ്വര്യ റായ് പ്രാധാന്യം നൽകുന്നത്. വലിയ സുരക്ഷാ വലയത്തിലാണ് എപ്പോഴും ഐശ്വര്യ റായ്. പാപ്പരാസികളും ആരാധകരും ഇടിച്ചു കയറുന്നതിനാൽ മിക്കപ്പോഴും ഐശ്വര്യ റായ്ക്കൊപ്പം ബോഡി ഗാർഡുകൾ ഉണ്ടാകാറുണ്ട്. വർഷങ്ങളായി ഐശ്വര്യ റായ്ക്കൊപ്പമുള്ള ബോഡി ഗാർഡാണ് ശിവരാജ്. ബച്ചൻ കുടുംബത്തിലെ സെക്യൂരിറ്റി ടീമിന്റെ ഭാഗമായ ശിവരാജ് എപ്പോഴും ഐശ്വര്യയ്ക്ക് സംരക്ഷണമൊരുക്കി പൊതുവിടങ്ങളിൽ ഒപ്പമുണ്ടാകാറുണ്ട്. സിനിമാ സെറ്റുകൾ, പൊതുപരിപാടികൾ, വിദേശയാത്രകൾ എന്നിവയ്ക്കെല്ലാം ഐശ്വര്യ റായ്ക്കൊപ്പം ശിവരാജുമുണ്ട്. ഇദ്ദേഹമുള്ളത് കാരണമാണ് ഐശ്വര്യ റായ്ക്ക് ആൾക്കൂട്ടത്തെ ഭയക്കാതെ പൊതുവേദികളിൽ എത്താൻ കഴിയുന്നത്. ഐശ്വര്യ റായുടെ വിശ്വസ്തനാണ് ശിവരാജ്. 2015 ശിവരാജിന്റെ വിവാഹത്തിന് ഐശ്വര്യ എത്തിയിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 7 ലക്ഷം രൂപയാണ് ശിവരാജിന്റെ മാസശമ്പളം. 84 ലക്ഷം രൂപ വാർഷിക വരുമാനം. വലിയ കോർപ്പറേറ്റ് കമ്പനികളിലെ എക്സിക്യൂട്ടീവുകൾക്ക് പോലും ഇത്രയധികം ശമ്പളമില്ല. അതേസമയം താരങ്ങളുടെ ബോഡി ഗാർഡ് എന്നത് എളുപ്പമുള്ള ജോലിയല്ല. ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവരെ സംരക്ഷിക്കണം. ആൾക്കൂട്ടത്തിൽ താരങ്ങൾക്ക് സംരക്ഷണ കവചമായി നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. താരങ്ങളുടെ വർക്കുകൾ നിശ്ചിത സമയക്രമത്തിൽ അല്ല. ദിവസം മുഴുവൻ ഇവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. ചെറിയൊരു സുരക്ഷാ പിഴവ് പോലും ബോഡി ഗാർഡിനുകളുടെ ജോലിയെ ബാധിക്കും. കഴിഞ്ഞ ദിവസമാണ് ഐശ്വര്യ റായുടെ കാറിന് ബസ് ഇടിച്ചത്. നടി സംഭവ സമയത്ത് കാറിൽ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ഓഫീസർ ബസ് ഡ്രൈവറെ മർദ്ദിച്ചെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. പോലീസ് ഇടപെട്ടതോടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഡ്രൈവറോട് മാപ്പ് പറഞ്ഞതായിരുന്നു റിപ്പോർട്ട്. പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയിലാണ് ഐശ്വര്യയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത്. സിനിമാ രംഗത്ത് നടി ഇന്ന് സജീവമല്ല. അതേസമയം ഫാഷൻ വേദികളിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ഐശ്വര്യയെക്കുറിച്ച് അടുത്ത കാലത്ത് പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വന്നു. നടിയുടെ പഴയ സൗന്ദര്യം നഷ്ടപ്പെട്ടെന്നായിരുന്നു ചിലരുടെ വാദം. ചിലരാകട്ടെ ഐശ്വര്യയുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളാണെന്ന വാദവും ഉന്നയിച്ചു. അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും വേർപിരിയുന്ന വാർത്തകൾ തുടരെ വന്നു. എന്നാൽ കുറച്ചു നാളുകൾക്കുള്ളിൽ ഈ വാദം കെട്ടടങ്ങി. ബച്ചനും ഇപ്പോഴും പൊതുവേദികളിൽ ഒരുമിച്ചെത്താറുണ്ട്. അതേസമയം മിക്കപ്പോഴും മകൾ ആരാധ്യയെയാണ് ഐശ്വര്യയ്ക്കൊപ്പം കാണാറ്. മകളാണ് ഐശ്വര്യയുടെ ഇന്നത്തെ ലോകം. മകളെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് നടി സിനിമകൾ കുറച്ചത്. എന്നാൽ പ്രിയ താരത്തെ വീണ്ടും സിനിമകളിൽ കാണണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പൊന്നിയിൻ സെൽവത്തിന് ശേഷം നടി പുതിയ സിനിമകളിലൊന്നും ഒപ്പുവെച്ചിട്ടില്ല.